സുഹൃത്തുക്കളെ നമസ്കാരം. പട്ടാമ്പിക്കാരന്റെ മറ്റൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇന്ന് നമ്മളെ പട്ടാമ്പിക്ക് ഒരു പാർക്ക് ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ സംഭവം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടാമ്പി റെയിൽവേയുടെയും പട്ടാമ്പി പുഴയുടെയും ഇടയിൽ ഒരു വികസനം ഉണ്ടാവില്ല, അതിനുള്ള സാധ്യത ഇല്ല എന്നുള്ള ആ ഒരു സ്പേസിലാണ് ഒരു പാർക്ക് കയറി വരുന്നത്. ആ പാർക്കിന്റെ ചെറിയ വിശേഷങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് നടന്നിട്ട് അതിന്റെ ഭാഗങ്ങൾ കാണിച്ചു തരാം. ഇവിടെ ആദ്യം ഈ സ്ഥലം ഇത്രയും സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കില്ല. കാരണം ഇത് കുറെയൊക്കെ ഇങ്ങോട്ട് കയ്യേറിയിട്ടോ അല്ലെങ്കിൽ ഇതുമാതിരി ആളുകളുടെ കയ്യിലായിരുന്നു തോന്നുന്നുണ്ട് ഈ സ്ഥലം. ഈ സ്ഥലത്തിനെ തിരിച്ചെടുത്തിട്ടാണോ എങ്ങനെയാണോ അതിന്റെ ആധികാരികമായിട്ട് എനിക്ക് പറയാനറിയില്ല. പക്ഷെ ഇത്രയും സ്പേസ് ഇവിടെ വന്നത് തന്നെ എന്തെങ്കിലും ഇതിന്റെ ബാക്കിൽ ഉണ്ടായിരിക്കും. അതെന്തെങ്കിലും അറിയുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോന്റെ അടിയിൽ ഒന്ന് കമന്റ് ആക്കിയിട്ട് എഴുതണം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇതിന്റെ ഈ ഭാഗത്തുണ്ടല്ലോ കുട്ടികൾക്ക് കളിക്കാനും അതുമാതിരി ഓപ്പൺ ജിമ്മ് സംഭവങ്ങളാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ജിമ്മല്ല ഇപ്പൊ കണ്ടോ, ഇങ്ങനത്തെ കുറെ സംഭവം ഉണ്ട്. പിന്നെ നമ്മൾ തലകുത്തി വീഴുണ്ടാവും സംഭവങ്ങളൊക്കെ ഉണ്ട്, കുറെ സംഭവങ്ങളുണ്ട്. ഇതിന്റെ ആ സൈഡിലേക്കൊക്കെ നടന്നു കഴിഞ്ഞാലേ കുറെ ഭാഗങ്ങൾ കാണിക്കാനുണ്ട്. ഇതിന്റെ എൻട്രൻസ് വരുന്നത് ഏത് ഭാഗത്തെന്ന് പറഞ്ഞിട്ടാ നമ്മുടെ കമാനം ഉണ്ടല്ലോ, മേലവട്ടമിന്ന് വരുമ്പോ റെയിൽവേ കമാനം. ആ കമാനത്തിന്റെ അവിടെ നിന്ന് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങണ ഒരു ഗ്യാപ്പ് കണ്ടിട്ടുണ്ട്. ആ ഗ്യാപ്പിലാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത്. ഇതിന്റെ ഒരു ചെറിയൊരു ടാസ്ക് ഞാൻ ഇവിടെ ഒന്ന് കാണുമ്പോ, ഇത്രയും ഇത് ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാലേ ഇതിലേക്ക് വാഹനങ്ങൾ നിർത്താനുള്ള ഒരു പാർക്കിംഗ് സ്പേസ് കാണണം. അത് മുന്നിലുള്ള സ്പേസ് അത് കുറച്ച് കുറവാണ്. പുതിയ പാലം വന്ന് ചേർന്നതിന്റെ അവിടുന്ന് നല്ലൊരു വ്യൂ ആയിരിക്കും ഈ പാർക്കിലേക്ക്. ഇതിന്റെ ഒരു രസം എന്ന് വെച്ചാല് പട്ടാമ്പി ഏരിയയിൽ വന്നിട്ട് ഇപ്പൊ ഷോപ്പിങ്ങിന് കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറച്ച് ആൾക്കാർക്ക് ഷോപ്പിങ്ങിന് ബാക്കിയുള്ള ആൾക്കാർക്ക് ഒരു ബോറടിക്കില്ല. കുട്ടികളെനൊക്കെ ആയിട്ട് ഇങ്ങനെ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഇറുകി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ വരും. നമ്മള് ഏത് വലിയ വലിയ തുണിക്കടകളും കാര്യങ്ങളും ജ്വല്ലറികളൊക്കെ പട്ടാമ്പിക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ കുട്ടികളെ രണ്ടോ മൂന്നോ ആൾക്കാർ മാത്രം ഷോപ്പിൽ കയറും, ബാക്കിയുള്ള ആൾക്കാർ വാഹനത്തിന്റെ ഉള്ളിൽ AC ഇട്ട് ഇരുന്നിട്ട് ആകെ വെറുപ്പിടിക്കും. അങ്ങനത്തെ ആൾക്കാർക്ക് പട്ടാമ്പിയിൽ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം ഉപകാരപ്പെടും. കാരണം എന്താ വെച്ചാല് ഉപകാരപ്പെടും എന്ന് പറയാൻ കാരണം ഇവിടെ വന്നിട്ട് വെച്ചാൽ കാറ്റ് കൊണ്ടിട്ട് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതിന്റെ ആ ഭാഗത്തേക്കാണ് കുറച്ചുകൂടി നടക്കേണ്ടത്. കുറച്ച് ദൂരം ഏരിയയിൽ നടക്കാണ്ട് കേട്ടോ. അത് നടന്നിട്ട് നമുക്ക് ഭാഗങ്ങൾ കാണിച്ചു തരാം. ഇതിന്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ കമ്പികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുമാതിരി ചുമരില് നല്ല രീതിയിൽ കളർ പെയിന്റിങ്ങിൽ നല്ല ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അതായത് ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നു. അതുപോലെ ഇതിന്റെ അവിടുന്ന് നമ്മളിപ്പോ പാലം കടന്നു വരുന്ന വഴിക്ക് ഇതിന്റെ ഒരു ഏകദേശം ഒരു സ്ഥലം എവിടെ നമുക്ക് മനസ്സിലാവും. കളറിന്റെ നമ്മളെ മാങ്ങാട്ടുവളം ഉണ്ടല്ലോ, മുന്നേ കാണിച്ചൊരു വീഡിയോയിൽ മാങ്ങാട്ടുവളത്തിന്റെ ഗ്രില്ലും ഏകദേശം ഇതേപോലെ കളർ ചെയ്തിട്ടാണ്. ഈ ഗവൺമെന്റ് പ്രൊജക്ട് മുഴുവൻ ഇങ്ങനെ കളർ ചെയ്തിട്ടാണോ എന്നാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. സംഭവം ഇതേപോലത്തെ ഒരു കോപ്പിയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇനിയിപ്പോ ആ കോൺട്രാക്ടറാണ് ഇത് ചെയ്തിറക്കണത് എന്നുള്ളത് എനിക്കറിയില്ല. സംഭവം എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇതൊക്കെ കാണുമ്പോ. ഏകദേശം അതുപോലെ ഉണ്ട് എന്നുള്ളത്. 1,40,00,000 രൂപ ചെലവഴിച്ചിട്ടാണ് ഈ പാർക്കിന്റെ വർക്കുകൾ നടത്തിയിരിക്കുന്നത്. അതായത് സൈഡ് ഗ്രില്ല്, അതുപോലെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഈ ചെറിയ സംഭവങ്ങൾ കണ്ടില്ലേ, ഈ സംഭവങ്ങളൊക്കെ 1,40,00,000 രൂപയുടെ ആ ചെലവുണ്ട്. അതുപോലെ ഇതിൽ കട്ട വിരിച്ചിട്ടുള്ള നിലവിൽ ഇനി ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പുല്ല് വരാണ്ട്, പുല്ല് വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൈഡിലൊക്കെ പുല്ല് വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അത് നനയ്ക്കാനുള്ള ചെറിയ ചെറിയ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പട്ടാമ്പിയിൽ വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഇറുകി പിടിക്കുന്ന ആ ഒരു ഒന്ന് മാനസികമായിട്ടൊരു മാറ്റം വരും കുട്ടികൾക്ക്. കാരണം ഷോപ്പിങ്ങിന് കാര്യങ്ങളൊക്കെ പട്ടാമ്പിക്ക് വന്നു കഴിഞ്ഞാൽ ആളുകളെ തന്നെ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് AC ഓൺ ആക്കിയിട്ടിട്ട് ഇരുത്തി പോണ ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടും. പിന്നെ 10 മിനിറ്റ് ഒന്നും മാറി നിൽക്കണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതുപോലെ വേറൊരു സംഭവം കാണിച്ചിട്ട് ആനേനും കാണാൻ പറ്റും. പട്ടാമ്പി മണികണ്ഠ പറഞ്ഞ ആന ഉണ്ടല്ലോ, നമ്മള് പട്ടാമ്പി ഗുരുവായൂർ അമ്പലമാണ് ഇതിന്റെ അപ്പുറത്ത് സൈഡ് വരിക. അപ്പൊ ഈ സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ പട്ടാമ്പി ഗുരുവായൂര് മണികണ്ഠൻ പറഞ്ഞ ആനേനെ നമുക്ക് കാണാൻ പറ്റും. അത് ഇതിനിടയിൽ ഒരു ബോണസാണ് കേട്ടോ. സംഭവം ഇതില് ജെന്റ്സ് ലേഡീസ് ലെവലിലുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഏറ്റവും മികച്ച സംഭവമാണ്. അത് നമ്മൾ എടുത്ത് പറയേണ്ട സംഭവം എന്താ വെച്ചിട്ട്, ഒരു പാർക്ക് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ പാർക്കിന് ആദ്യം വേണ്ടത് ഈ സംഭവം തന്നെയാണ്, ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ. കാരണം ഇവിടെ വരുന്ന ആളുകൾക്ക് പുറമേക്ക് പോയിട്ട് ടോയ്ലറ്റ് പോകാൻ അല്ലെങ്കിൽ കടകളിലെ ഷോപ്പിംഗ് ഇവിടേക്ക് പോകുമ്പോൾ ടോയ്ലറ്റ് ബുദ്ധിമുട്ട്. സംഭവം എല്ലാം അടിപൊളിയാണ് ഇവിടെ. സംഭവത്തിൽ ഇനിയുള്ള ചെറിയൊരു വേണ്ട സംഭവം എന്താ വെച്ചാലേ, മഴ പെയ്തു കഴിഞ്ഞാലും വെയിൽ വന്നാലും, അതായത് മഴയും വെയിലും വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് കയറി നിൽക്കാനുള്ള എന്തെങ്കിലും ഒരു സൗകര്യം കാണണം. ബാക്കിയുള്ള എല്ലാ സെറ്റപ്പാ, ഇരിക്കുന്ന നല്ല ചെയറും ബെഞ്ചൊക്കെ വരില്ലേ, അങ്ങനെ എന്തെങ്കിലും സംഭവം കാണണം. കാരണം കുഞ്ഞു കുട്ടികളതിനൊക്കെ ആയിട്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവണം ആ ഒരു ഭാഗം കൂടി ഇന്ന് അടിപൊളിയാക്കാണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ്. നിങ്ങൾ വിചാരിച്ചായിട്ടും മേലെയാണ്. കുട്ടികൾക്ക് കളിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതുണ്ട്. ഈ ഫൈബർ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ, ഈ ഊഞ്ഞാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റപ്പാ. ഇതുണ്ടല്ലോ, ഇത് കുട്ടികൾക്ക് കിഡ്സിനുള്ള സംഭവങ്ങളായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യും. ഇതില് വലിയ ആളുകൾ കയറി ഇരുന്നിട്ട് മറ്റേ ഇത് നശിപ്പിച്ചിട്ട് പോക്കൊക്കെ പെട്ടെന്ന് നടക്കും. പക്ഷെ നശിപ്പിക്കാതിരിക്കുക പരമാവധി.
ഇതൊക്കെ കുട്ടികൾ കയറി കളിക്കുമ്പോഴേ ഇതിന്റെ കൂടെ വലിയൊരു ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ കയറി ഇത് നശിപ്പിക്കാതിരിക്കുക. കാരണം ഇതൊക്കെ ആവറേജ് ഒരു കുട്ടികളുടെ ഒരു തൂക്കത്തിന് ഒരു വെയിറ്റിനനുസരിച്ചുള്ള സാധനങ്ങളാണ് നിർമ്മിച്ചേക്കുന്നത്. നമ്മൾ പല പാർക്കിൽ ഞാൻ വണ്ടി ഫീൽഡാണ്, നിങ്ങൾക്ക് അറിയണല്ലേ, മറ്റേ നമ്മൾ ഏത് പാർക്കിൽ ചെന്നാലും കാണാം ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ കുതിരയൊക്കെ കാണുമ്പോൾ നല്ല വൃത്തിയിലിരുന്ന് കുട്ടികൾക്ക് നാടാൻ പറ്റും. ഇതിലൊരു 10-50 കിലോ വെയിറ്റ് ഉള്ള ആൾക്കാരാണ് കയറിയിരിക്കുന്നത്. ഇതിനെ മുകളിൽ കിടന്ന് 4 ചാട്ടാണ് ചാടും. എന്നിട്ട് ഇത് നശിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ ആരും കാണില്ല, നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാണ് പോകും. അപ്പൊ പരമാവധി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാൻ ക്യാമറയാണ് വെക്കേണ്ടത്. കാരണം ഇത് ഉണ്ടാക്കാനല്ല ബുദ്ധിമുട്ട്, ഇത് നിലനിർത്തി കൊണ്ടുവരാൻ ബുദ്ധിമുട്ട്. ഇതൊക്കെ ഉണ്ടല്ലോ ഈ കാണുന്ന സംഭവത്തിന് മുകളിലൊക്കെ ചെറിയ കുട്ടികൾക്ക് ഇരുന്നിട്ട് പോകാനുള്ളതാ. ഈ സാധനങ്ങളൊക്കെ നശിപ്പിക്കുക പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിടക്കും. അപ്പോ കുട്ടികളെ വരുന്ന ആൾക്കാര് അവരവരുടെ രക്ഷിതാക്കള് ഇതിന് കൂടെ മേലെ കയറി ഇരുന്നിട്ട് ഫോട്ടോസോ വീഡിയോസോ എടുക്കാതിരിക്കുക. ഇത് നമുക്ക് നിലനിർത്തണം. മറ്റുള്ള ആൾക്കാർ വരുമ്പോൾ അവർക്ക് കാണാനും കയറാനൊക്കെ ആയിട്ട് ഇതിവിടെ നിലനിർത്തണം. ഇതിന്റെ വൈകുന്നേരം, ഇന്നിപ്പോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇതിന്റെ ഉദ്ഘാടന ദിവസമാണ്. ഇന്ന് വൈകുന്നേരമാണ് ഇതിന്റെ ഉദ്ഘാടനം മന്ത്രി ചെയ്യുന്നുണ്ട്. അപ്പൊ 4 മണിയാകുമ്പോ ആ ഒരു തിരക്ക് വരുമ്പോഴേക്കും മുന്നേ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ജോലിക്കാരുണ്ട്, കംപ്ലീറ്റ് ആ ഏരിയയിലൊക്കെ ജോലിക്കാരുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ ഭാഗമായിട്ട് എന്തോ സംഭവം കേട്ടോ, കല്ല് പോലത്തെ സംഭവം കൊണ്ടേ ചെയ്തെടുത്തിറങ്ങണതാ. ഫൈബർ ആയിരിക്കാം, പക്ഷെ സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ അല്ലെങ്കിൽ മുകളിൽ നിന്ന് വെള്ളം ചാട്ടണ എന്തോ സംഭവമാണിത്. 4 സൈഡിലും ലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല, പക്ഷെ പെർമനന്റ് ആയിട്ടാണ് വെച്ചാൽ അടിപൊളിയായിരിക്കും. ഉദ്ഘാടനത്തിന്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം. അപ്പൊ നമ്മളെ പട്ടാമ്പിലത്തെ ഈ പാർക്കിന്റെ ഉള്ളത് ഈ ആർട്ട് വർക്ക് മൊത്തം ചെയ്തിട്ടുള്ള ആ ഒരു ഏട്ടനെ ഞാൻ വിളിച്ചിട്ട് കണ്ട് പരിചയപ്പെടുത്തി തരാണ്. ഗോപി കുട്ടനാട്. ഞാൻ ഒരുപാട് കാലങ്ങളായി ഇതിന്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മെയിൻ ആള് എന്നെ ഇതാണ് നമ്മുടെ വേണു കൊടുമുണ്ടലാണ്. അതിപ്പോ വരും. എല്ലാം ഒരുപാട് സെറ്റപ്പോടെ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ എന്തൊക്കെ വരാണ്ട് ഇത് മാത്രമല്ല ഇവിടെ ഒരുപാട് പാർക്കിന്റെ ഒരുപാട് പിള്ളേർ കളിക്കാൻ സാധനം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബോട്ടുണ്ട്. ബോട്ട് കുറച്ച് കാലം കഴിഞ്ഞ് വരികയാണ്. വെള്ളങ്ങളൊക്കെ സെറ്റപ്പ് ആ ഭാഗത്ത് ആക്കുന്നുണ്ട്. അടിപൊളി ആക്കിയാണ്. എന്തായാലും സൂപ്പർ. ഈ പാലും വന്നു കഴിഞ്ഞാൽ ഇവിടെ പട്ടാമ്പി മാറിക്കഴിഞ്ഞു. നമ്മൾ വിചാരിച്ച മാതിരിയല്ല, കാലങ്ങൾ മാറുമ്പോൾ കോലം മാറണം. അതാണ് പട്ടാമ്പി മാറുക. എന്തായാലും ഞാൻ പറഞ്ഞത് ഇവിടെ വികസനം വരില്ല എന്ന് പറഞ്ഞത് എല്ലാവരും പറയും. എല്ലാവരും വികസനം വരും, വരാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പല ആൾക്കാരും പറയും ഇത് ഗംഭീരമാകും. ഇവിടെ തൊട്ട് അറ്റം വരെ ഇത് കെട്ടാൻ പോകും. ഇതിന്റെ പാലത്തിന്റെ അറ്റം വരെ അത് അവിടെ ഒരു കെട്ടുണ്ട്. അവിടെ കെട്ട് കഴിഞ്ഞ് പാർക്ക് ഫുള്ളായിട്ട് അറ്റം വരെ ഇതൊക്കെ നമ്മൾ പണിയെടുക്കുന്നത്. ഇവിടുന്ന് ആ കാണുന്ന അറ്റം വരെ ഇതേമാതിരി വരും. ഇതേമാതിരി വന്ന് ഇവിടെ സെറ്റപ്പ് നമ്മുടെ എറണാകുളത്തില്ലേ കോട്ടികെട്ടിമാരി സംഭവിച്ചാക്കിരിക്കാൻ വേണ്ടി സെറ്റപ്പ് കൊണ്ടിരിക്കുകയാണ്. വെള്ളം കിട്ടി എല്ലാ സെറ്റപ്പ് മേടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ ഇതില് ഗോപിയേട്ടൻ പറയണത് പട്ടാമ്പിയുടെ വികസനം തന്നെ എംഎൽഎയുടെ വലിയൊരു ഇനി മാറാണ്ട് സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. മലമ്പുഴ മാതിരി നമ്മളിപ്പോ റോപ്പ് വരാനുള്ള സെറ്റപ്പ് എംഎൽഎ സാർ പറഞ്ഞു റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കറണ്ടിന്റെ ഇതുമാതിരി ബോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിന് വെള്ളം കുടിവെള്ളമല്ലേ, അപ്പൊ അതുകൊണ്ട് എല്ലാം നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ ഇതാണ് നമ്മുടെ കറണ്ടിന്റെ ബോട്ട് സംബന്ധിച്ചുണ്ട്. എംഎൽഎ എല്ലാ കാര്യത്തിലും ഉഷാറാണ്. എല്ലാ ഒരു വ്യത്യാസമില്ല. ഫുൾ കാര്യത്തിലും എംഎൽഎ എല്ലാ കാര്യത്തിലും നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. പട്ടായി മാറും. അത് കുറച്ച് കഴിഞ്ഞാൽ മാറും. ഇപ്പൊ പാലം പഴക്കില്ല എല്ലാവരും പറഞ്ഞു. പാലത്തിന്റെ പണി പകുതി മുക്കാനും അവിടെ കഴിഞ്ഞു. സർവീസും കാര്യങ്ങളൊക്കെ റോപ്പും വരാൻ പോകുന്നുണ്ട്. അതൊക്കെ കാലം കൊണ്ടൊക്കെ ആവും. പെട്ടെന്ന് എടുത്തായിട്ട് കാര്യമില്ല. എല്ലാം സെറ്റപ്പാവും. ഒരു വർഷം കൊണ്ട് 2 വർഷം കൊണ്ടൊക്കെ മാറും. പട്ടാമ്പിയിൽ സാർ അതിനുവേണ്ടി എന്ത് കാര്യങ്ങളും എംഎൽഎ സൂപ്പർ എല്ലാ കാര്യവും ആണ്. നമ്മൾ പട്ടാമ്പിയുടെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പട്ടാമ്പി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പട്ടാമ്പി പാലത്തിന്റെ അപ്പുറത്തെ ആ സൈഡ് ഉണ്ട്. പാലത്തിന്റെ അപ്പുറം ഭാഗത്തേക്ക് ഒരു റോപ്പ് വേയുടെ സംവിധാനം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ റോപ്പ് കെട്ടി കുട്ടികളെ അങ്ങോട്ട് ഇതാക്കില്ലേ, അത് വെള്ളം നിൽക്കുമ്പോൾ വെള്ളത്തിന്റെ മുകളിൽ കൂടെ തന്നെ പോണ ഒരു സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഈ കാണുന്നത് മാത്രമല്ല പാർക്ക് ഇനിയും വളരാൻ കിടക്കുകയാണ്. അതിന്റെ ആദ്യ സ്റ്റെപ്പിലാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ പട്ടാമ്പിയിൽ വന്നു കഴിഞ്ഞാല് ഈ പാർക്കിൽ വരാൻ നോക്കുക കുട്ടികളായിട്ട് പരമാവധി അവരെ എൻജോയ് ചെയ്യിപ്പിക്കുക. അപ്പോ നമ്മളുടെ ഈ പാർക്ക് ഇതേപോലെ നല്ലപോലെ കാത്തു സൂക്ഷിക്കുക. പട്ടാമ്പി കയറ്റിന്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ മറ്റൊരു ചെറിയ വീഡിയോ കാണുന്നവരെ ബൈ.